ബംഗളൂരുവിലെ പാതിരാത്രികൾ സാധാരണയായി സജീവമായിരിക്കും. റെസ്റ്റോറന്റുകൾ അടയ്ക്കുമ്പോഴും നഗരവാസികൾ താമസ സ്ഥലങ്ങളിലേക്ക് മടങ്ങുമ്പോഴും ലൈറ്റുകളുടെ തിളക്കം ഒരിക്കലും അപ്രത്യക്ഷമാകാറില്ല. എന്നാൽ അതേ നഗരത്തിൽ ഒരു രാത്രി സംരംഭകനായിട്ടുള്ള വരുൺ അഗർവാളിന് ജീവിത പാഠമായി തീർന്നു. അർദ്ധരാത്രിയോടെ ഇന്ദിരാനഗറിൽ പെട്ടുപോയ വരുൺ യാത്രയ്ക്കായി ഒരു കാറോ അതല്ലെങ്കിൽ ഓട്ടോയോ ലഭിക്കാതെ ഇരിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. ഓൺലൈൻ ആപ്പുകൾ വഴി ക്യാബ് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടും സിഗ്നൽ കുറവായതിനാൽ അത് പരാജയപ്പെട്ടു. വഴിയിലൂടെ കടന്നു പോകുന്ന ഓട്ടോ ഡ്രൈവർമാരോട് കോമറങ്കയിലേക്കുള്ള യാത്ര അഭ്യർത്ഥിച്ചുവെങ്കിലും പാതിരാത്രിയുടെ കാരണത്താൽ ആരും തന്നെ അതിന് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ആ നഗരത്തിലെ നിരന്തരം വേഗത്തിൽ നീങ്ങുന്ന ഗതാഗതത്തിന്റെ ഇടയിൽ ഒറ്റപ്പെട്ടവനായി നിൽക്കുമ്പോൾ വരുൺ മനസ്സിലാക്കി, ചിലപ്പോൾ സാങ്കേതിക വിദ്യയുടെയും പണമുണ്ടാക്കുന്നവരുടെയും മനുഷ്യ നിസ്സഹായത ഒഴിവാക്കാനാവില്ല. ചുറ്റും മങ്ങിയ സ്ട്രീറ്റ് ലൈറ്റുകൾ, ഉറക്കം കവർന്ന നഗരത്തിന്റെ മഞ്ഞുവീഴ്ച പോലുള്ള ഒരു മൗനം. ഓട്ടോ ഡ്രൈവർമാർ പലരും ഉറങ്ങിപ്പോയിരിക്കും. ചിലർ ജോലി ദിവസം അവസാനിപ്പിച്ച് വീട്ടിലേക്കായിരിക്കും മടങ്ങിയിരിക്കുന്നത്. വരുൺ തന്റെ കയ്യിലെ ഫോൺ പിടിച്ചും ഗൂഗിൾ മാപ്പ് പരിശോധിച്ചും എവിടെ നിന്ന് സഹായം ലഭിക്കുമെന്ന് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതേസമയം മനസ്സിൽ അല്പം ഒരു പേടിയുണ്ടായിരുന്നു. രാത്രിയുടെ ആഴത്തിൽ ഒരാൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയുമോ എന്ന ആശങ്ക. അതിനിടെയാണ് അദ്ദേഹം ഒരു റോഡിന്റെ വശത്ത് നിർത്തിയിട്ട ഒരു ഓട്ടോറിക്ഷ ശ്രദ്ധിച്ചത്. അതിനരികിൽ നിൽക്കുന്നത് ഒരു പെൺ ഡ്രൈവറാണ്. അന്ന് വരെ വരുണിന് അതൊരു അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. ബംഗളൂരുവിലെ റോഡുകളിൽ സ്ത്രീ ഓട്ടോ ഡ്രൈവർമാരുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വരുൺ അവരെ കണ്ടപ്പോൾ ഒരു പ്രതീക്ഷയുടെ കിരണമായി തോന്നുകയും ചെയ്തു. വിനയത്തോടെ അവർ സമീപത്ത് കോമറങ്കയിലേക്കുള്ള യാത്ര അഭ്യർത്ഥിച്ചു. അവർ മുഖം തിരിച്ചു നോക്കി ചിരിച്ചുവെങ്കിലും ഇന്നത്തെ ജോലി അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ് എന്നാണ് മറുപടി നൽകിയത്. അല്പം നിരാശയായിട്ടും വരുൺ അവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് തീരുമാനിച്ചു. ശരി മാഡം, ഞാൻ മറ്റൊരു ഓട്ടോ നോക്കും എന്ന് പറഞ്ഞ് മുന്നോട്ട് നടന്നു. എന്നാൽ ആ നിമിഷം തന്നെ പിന്നിൽ നിന്ന് ഒരു ശബ്ദമുയർന്നു. സാർ, ഈ വണ്ടിയിൽ കയറിയിരിക്കൂ, ഞാൻ നിങ്ങളെ എത്തിച്ചു തരാം. ആ വാക്കുകളിൽ മനുഷ്യ സ്നേഹത്തിന്റെ താളം വരുൺ കേൾക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വരുൺ അതിശയത്തോടെയും നന്ദിയോടെയും ആ ഓട്ടോയിലേക്ക് കയറി. സ്ത്രീയായിട്ടുള്ള ഓട്ടോ ഡ്രൈവർ തന്റെ ഓട്ടോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവരുടെ മുഖത്ത് കാണപ്പെട്ടത് ക്ഷീണത്തിനൊപ്പം കരുണ കൂടിയായിരുന്നു. കാറിന്റെ സൈലൻസിനൊപ്പം റോഡിൽ അവർ യാത്ര തുടങ്ങുകയും ചെയ്തു. ബംഗളൂരുവിന്റെ അർദ്ധരാത്രി ഹ്രസ്വമായിട്ടുള്ള ട്രാഫിക് ലൈറ്റുകളുടെ തിളക്കത്തിൽ അവർ പാത മുഴുവൻ സുന്ദരമായി ഓടിച്ചിട്ടുണ്ടായിരുന്നു. സംസാരമില്ലാത്തൊരു മൗനമായിരുന്നു. എങ്കിലും ആ യാത്രയിൽ മനുഷ്യബന്ധത്തിന്റെ ചൂട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. വരുൺ മനസ്സിൽ കരുതിയിട്ടുണ്ട്, അവസാനം ഒരു നല്ല മനസ്സുള്ള ഒരു വ്യക്തിയെ ദൈവം തന്നിലേക്ക് അയച്ചിരിക്കുകയാണെന്ന്. യാത്രയുടെ അവസാനം കൊറമംഗലയിൽ എത്തിയപ്പോൾ വരുൺ ഓട്ടോയിൽ നിന്നിറങ്ങി. പണം ചോദിക്കാതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം തന്നെ ചോദിച്ചു, എത്രയാണ് മാഡം? മനസ്സിൽ 300 രൂപയോളം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അവർ മറുപടി നൽകി, 200 രൂപ മതി സാർ. ഇത് കേട്ട വരുൺ നിശ്ചലമായി അങ്ങനെ ഒന്ന് നിന്നുപോയിട്ടുണ്ടാവണം. അത് കുറവല്ലേ എന്ന ചോദ്യം അവരോട് ഉന്നയിച്ചപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, സാർ, രാത്രി ആയതിനാലാണ് നിങ്ങളെ കൊണ്ടുപോയത്, പണം പ്രധാനമല്ല. ആ വാക്കുകൾ വരുണിന്റെ മനസ്സിൽ ആഴത്തിൽ കൊണ്ടു. പിറ്റേ ദിവസം വരുൺ തന്റെ അനുഭവം എക്സിൽ പങ്കുവച്ചു. ഇത് എന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഓട്ടോ യാത്രയായിരുന്നു എന്നാണ് അദ്ദേഹം കുറിച്ചത്. വനിതാ ഡ്രൈവർ തന്റെ മനുഷ്യത്താൽ എങ്ങനെ ഒരു പാതിരാത്രിയെ മനോഹരമാക്കി എന്നതായിരുന്നു പോസ്റ്റിന്റെ പ്രമേയം. ചില മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ പോസ്റ്റ് ആയിരക്കണക്കിന് പേരുകളുടെ കൈകളിലേക്ക് എത്തി. ലൈക്കുകളും കമന്റുകളും ഷെയറുകളും പെയ്തിറങ്ങുകയും ചെയ്തു. ഒരു ചെറിയ മനുഷ്യകഥ സമൂഹ മാധ്യമങ്ങളിലൂടെ ദേശീയ തലത്തിൽ അങ്ങനെ വ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്.